മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ക്യാബേജ് മെഴുക്കുവരട്ടിയാണ്. തേങ്ങയൊന്നും വേണ്ട, ഇതിന് തേങ്ങ ചേർക്കാതാണല്ലോ നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കാറ്. നല്ല ടേസ്റ്റാണ്, ചോറ് കഴിക്കാൻ വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു മുളക് ഇതിനകത്ത് മൂത്ത് ആ എണ്ണയ്ക്കകത്ത് മൂത്ത് വരുന്ന ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു തവണയെങ്കിലും ക്യാബേജ് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ, തേങ്ങയുടെ ആവശ്യമേ ഇല്ല. അപ്പം ഇത് തേങ്ങ ചേർത്ത് തോരൻ വെക്കുന്ന അതേ അളവിൽ തന്നെയുള്ള വെളിച്ചെണ്ണയും അധികം വെളിച്ചെണ്ണയും വേണ്ട. അതിനായിട്ടാണ് മീഡിയം പരുവത്തിലുള്ള ഒരു കിളർന്ന് ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി എല്ലാം എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് പകുതി കട്ട് ചെയ്ത് അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ. പകുതി എടുത്തിട്ട് നമ്മളതിനെ ഒന്നുകൂടെ നെടുക കട്ട് ചെയ്ത് നമ്മളിത് പിന്നെ ഇത് അരിയുന്നെന്നാണല്ലോ പറയുന്നത്, അരിയുന്നുണ്ട്. അതിങ്ങനെ നീളത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ആദ്യം സ്ലൈസ് അല്ലാതെ നീളത്തിൽ. അങ്ങനെയാണ് ഈ മെഴുക്ക് വരട്ടിയുടെ പ്രത്യേകത. അതാണ് കാണാനും നല്ലത്, കഴിക്കാനും നല്ല സുഖം ഉണ്ടാകുന്നുണ്ട്. ഇതേ രീതിയിൽ നീളത്തിൽ നമ്മൾ എല്ലാം ഇനി കട്ട് ചെയ്ത് എടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് പുരട്ടി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഉപ്പ് ചേർക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിൽ വെച്ച് ചീനിച്ചട്ടിക്കകത്തിട്ട് ഉപ്പ് പുരട്ടുമ്പോൾ എല്ലായിടും ഒന്നും കിട്ടത്തില്ല, ഇതുപോലെ പെർഫെക്ഷൻ കിട്ടത്തില്ല. കൈകൊണ്ടിങ്ങനെ തിരുമ്മി വെക്കുമ്പോൾ പിന്നെ ഇതിനകത്തുള്ള ഉപ്പിൻ്റെ വെള്ളവും ഇതിനകത്ത് പുരട്ടുമ്പോൾ ഒരു വെള്ളം മയമാവുമല്ലോ. പിന്നെ ഇതിന് വളരെയേറെ ഗുണങ്ങളുള്ളതാണ്. എല്ലാ പച്ചക്കറികളുടെയും കൂട്ടുന്ന ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് നാരുവാണ്, ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡ്, അതായത് ഹോർമോൺ കുറവുള്ളവർക്ക് ഇത് കഴിച്ചാൽ ഈ തൈറോക്സിൻ എന്ന ഹോർമോൺ കുറയ്ക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഹൈപ്പോതൈറോയിഡ് ഉള്ളവർ അതങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇതിന് ചേർക്കാനായിട്ട് 2 സവാളയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഹൈപ്പോതൈറോയിഡ് എന്ന് പറഞ്ഞാൽ പിന്നെ തൈറോക്സിൻ, അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറവുള്ളവരാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് കേട്ടോ. കൂടുതലുള്ളവരെ ഹൈപ്പർ എന്നും പറയും. അപ്പോൾ ഇത് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഇച്ചിരി കനത്തിൽ തന്നെ നമ്മൾ സവാളയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്തും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. നമ്മളതിൻ്റെ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, നമ്മൾ തേങ്ങ ചേർത്താലും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരുമല്ലോ. അപ്പം ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു, ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടു. എന്നിട്ട് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ആദ്യം ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ആ സവാളയ്ക്കകത്ത് ഒരു വെള്ളം ഉണ്ടല്ലോ, ഉപ്പ് പുരട്ടുമ്പം തന്നെ ആ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം ഒന്ന് തോരാൻ വേണ്ടി നമ്മൾ ആദ്യം സവാള വഴറ്റുന്നു. സവാള എന്ന് പറയുമ്പം ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണല്ലോ. ഏത് കറിക്കകത്ത് സവാള ചേർത്താൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ മെഴുക്ക് വരട്ടിയുമ്പം നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുളക് പൊടിയുടെ ആ മൂത്തുള്ള ആ ടേസ്റ്റ് ഒക്കെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം ചെയ്ത് കേട്ടോ. എന്നിട്ട് ഈ സവാളയ്ക്കകത്ത വെള്ളം ചെറുതായിട്ടൊന്ന് തോന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാബേജ് ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുത്ത്, അപ്പോൾ ഈ ക്യാബേജും സവാളയും കൂടെ നന്നായിട്ട് അത് മിക്സ് ചെയ്യണം കേട്ടോ. ഈ പരന്ന് കിടക്കുന്ന പാത്രമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കൂടുതൽ സമയമെടുത്താണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത്, നമുക്ക് കണ്ടമാനം സ്പൂണിട്ടിങ്ങനെ കുത്തി ഇളക്കാൻ പറ്റത്തില്ലല്ലോ, ഇതിൻ്റെ പാനിൻ്റെ സ്റ്റിക്ക് ഇളകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് തന്നെ സമാധാനത്തിൽ ഇങ്ങനെ ഇളക്കിയെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇച്ചിരി സമയം എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഇത് നിരത്തിയിട്ടതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് ആവിക്കകത്തും ഇതിനകത്തെ വെള്ളവും ആ വെളിച്ചെണ്ണയ്ക്കകത്തും കിടന്ന് ഇതൊന്ന് വേവണം. നമ്മളൊരു കാരണവശാലും വെള്ളം തൊടിക്കത്തില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം ചേർക്കുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ തുറന്നു നോക്കി വീണ്ടും കൂട്ടി ഇളക്കി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എണ്ണയൊക്കെ തെളിഞ്ഞിടം വരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അടച്ചും തുറന്നും ഇങ്ങനെ നമ്മൾ ഇളക്കി തിരിച്ചും പിരിച്ചും ഒക്കെ ഇളക്കും. എന്നിട്ട് അടച്ചു വെക്കുമ്പോഴാണ് അത് വേവുന്നത്. തുറന്നിങ്ങനെ ഇളക്കിയാലിട്ട് വേവത്തുമില്ല, അടച്ചു വെക്കണം, ആവിയിൽ വേവണം. അങ്ങനെ നമ്മുടെ ഇതെല്ലാം വെന്തു, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഈ സമയത്ത് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്താൽ അത് കാണാൻ വിട്ടുപോയി. നമ്മൾ തോരൻ വെക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ചേർക്കും കേട്ടോ. നല്ല ഫ്ലേവറാണ് ആ ഇഞ്ചിയുടെ മണവും ആ ടേസ്റ്റും. ഈ സമയത്ത് നമ്മുടെ വെള്ളമെല്ലാം തോർന്നുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ കണക്കാക്കി മുളക് പൊടി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് അനുസരിച്ച് ചേർക്കാം. കളറും ഒക്കെ കിട്ടണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ ഇടുന്നത് കാണിക്കാനും വിട്ടുപോയി. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി ഇളക്കി പുരട്ടി
അതിൻ്റെ ആ മുളകെല്ലാം എല്ലായിടം പിടിക്കണം. അപ്പോൾ ഇതിനകത്ത് പറ്റിയിരിക്കുന്ന എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന നമ്മുടെ മുളക് പൊടിയെല്ലാം ഈ മസാലകളെല്ലാം അങ്ങ് മൂക്കും കേട്ടോ. അതാണ് ഈ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം വീണ്ടും കൂട്ടി ഇളക്കി നമ്മൾ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നിടം വരെ നമ്മൾ ഇങ്ങനെ മെഴുക്ക് പുരട്ടി ഇങ്ങനെ പുരട്ടി. പിന്നെ നമ്മൾ ആ സ്പൂണിട്ട് ഇളക്കുമ്പം അധികം ഡീപ്പാകാതെ കുത്താതെ നമ്മുടെ സ്ക്രാച്ച് സംഭവിക്കാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഇളക്കുന്നത് കേട്ടോ, ആ സ്പൂണിട്ട്. അല്ലെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ ഇളക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് എല്ലായിടവും ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ തവി ഉപയോഗിച്ച് സ്റ്റീലിൻ്റെ സ്ക്രാച്ച് വീഴാത്ത രീതിയിലാണ് ഞാൻ ടച്ച് ചെയ്താണ് ഇളക്കുന്നത് കേട്ടോ. അപ്പം വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ തുറന്ന് വെച്ച് ഡ്രൈ ആയിട്ടൊന്ന് തോർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്ക്രാച്ച് വീഴാത്ത രീതിയിലാണ് കൊള്ളാത്ത രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് തോന്നും ഈ സ്ക്രാച്ച് വീഴും എന്നൊക്കെ, അങ്ങനെയൊന്നും വീഴത്തില്ല. അതേ രീതിയിലാണ് നമ്മളിത് നമ്മുടെ പാനിനകത്ത് ടച്ച് ചെയ്താണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ചിക്കി തോർത്തി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിനകത്തിട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി ക്യാബേജിൻ്റെ എല്ലാം നന്നായിട്ട് തോർന്ന് വന്ന് നമ്മുടെ മസാലകളെല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് അതെല്ലാം പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി മക്കളെ. കാണാനും നല്ല ടേസ്റ്റ്, ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കണ്ടില്ലേ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. കഴിക്കാത്ത കുട്ടികളും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും മക്കളെ ക്യാബേജ് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കണം. പിന്നെ നിങ്ങളിങ്ങനെ വെക്കൂ. പിന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും പറയും ഇങ്ങനെ വെച്ചാൽ മതി. അതിൻ്റെ മസാലകളൊക്കെ ചേർന്നുള്ള രുചി മക്കളെ നമ്മൾ കഴിച്ചു നോക്കി മനസ്സിലാക്കണമെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ കമൻറ്റും ലൈക്കും, ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത്, അതുപോലെ തന്നെ ഓൾ എന്ന ഒരു ഓപ്ഷനുണ്ട്, അതും ഒന്ന് ടച്ച് ചെയ്യണം. പിന്നെ ഓൾ എന്ന ഓപ്ഷനോടൊന്ന് ഇനേബിൾ ചെയ്യണം. എങ്കിലേ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവരും സുഖവും സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പം നന്ദി, നമസ്കാരം.